മലയാളം വെബ് സീരീസ് രേണു സുധി ഫ്രീ പോൺ വീഡിയോ. രേണു സുധി ഫൗണ്ട് 52 പോൺ വീഡിയോ. രേണു സുധി കേരള, രേണു സുധി ലീക്ക്ഡ് ഹോട്ട് വീഡിയോ മാത്രം കാണും എന്ന് വിചാരിക്കുന്ന ഈ കോണ്ടന്റ്സ് അത് പിന്നെ റീ റെക്കോർഡ് ചെയ്തിട്ട് തുടർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക ഡീപ് വെബ് പോലുള്ള സ്ഥലങ്ങൾ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. രണാസുന അന്ന് തമാശയൊന്നല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണാസുന ഇത് കണ്ടാൽ രണാസുനയ്ക്ക് നന്നായിരിക്കും, ഭാവിയിൽ ഇത് ഉപകാരപ്പെടും എന്നുള്ളതാണ്. പിന്നെ ഇത് കണ്ടുകൊണ്ടൊന്നും താങ്കൾ മാറാൻ പോകുന്നില്ല എന്ന് കൃത്യമായിട്ട് അറിയാം. എന്തായാലും താങ്കൾ അങ്ങനെ തിരിച്ച് തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നാക്ക് പുറത്തിട്ട് അതിന് വന്നുള്ള ന്യായീകരണം, എത്ര അമ്മമാരെന്നറിയോ, എത്ര വീട്ടമ്മമാരെ ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്ന എത്ര പേര്, ഒരുപാട് വീഡിയോ ഉണ്ട്. ഇവരെ മുമ്പ് സപ്പോർട്ട് ചെയ്യുന്നവർ വരെ ആ ഒരു ന്യായീകരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ചുണ്ട് പൊട്ടിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം കാണിച്ചത് എന്ന് പറഞ്ഞാൽ ആർക്കും ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ, അത് താങ്കൾ ഇനി അങ്ങനെ പോകത്തുള്ളൂ എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ വന്നത്. ഇന്നലെ വേദലക്ഷ്മി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ വഴി തുണി അല്ലെങ്കിൽ ശരീര പ്രദർശനം ചെയ്തുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കുന്നവരുടെ അവസ്ഥ, അല്ലെങ്കിൽ അവർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയൊരു വിപത്ത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വേറൊരു ഈ തെലുങ്കാനയിലുള്ള വേറൊരു ഇതുപോലെ തന്നെ ഒരു മുൻ ബിഗ് ബോസ് താരവും ഒരു ഇൻഫ്ലുവൻസറും ഒക്കെ ആയ ഒരു പെൺകുട്ടിക്കെതിരെ അവിടെയുള്ള ഒരു വിദ്യാർത്ഥി സംഘടന കേസ് കൊടുക്കുകയും അവസാനം കേസ് എടുക്കുകയും ചെയ്തു, അവരെ പരസ്യ വിചാരണ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാനിവിടെ വെക്കാം. അപ്പോ അതിനകത്ത് വേദലക്ഷ്മി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവർ ഈ സബ്സ്ക്രിപ്ഷനിൽ ചെറുതായിട്ടൊക്കെ ഈ പറയുന്ന പല സൈഡിലും കാണിച്ചു ഇവർ ലൈവ് പോകുമല്ലോ. ലൈവ് പോകുമ്പോൾ ഇപ്പൊ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ആയിരിക്കും. ആ സമയത്ത് ഈ പറയുന്ന കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഈ സബ്സ്ക്രൈബേഴ്സിന് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്താലേ പറ്റത്തില്ല. എന്നും വന്നിരുന്ന് ഹായ് ഹലോ എന്ന് പറഞ്ഞ് പറ്റത്തില്ല. അപ്പോൾ ഓരോ ദിവസവും കഴിയും തോറും കൂടുതൽ കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവർ വിചാരിക്കും കുറച്ചു നേരത്തേക്കല്ലേ എന്ന് പറഞ്ഞു കാണിച്ചു കൊടുക്കുന്നത്. ഇത് പലരും, അതായത് ക്യാഷ് കൊടുത്ത് അവിടെ വരുന്നവര് ഇവർ പറയും പോലെ ആസ്വദിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അവൻ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യും, അവനത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യും. അവനെന്ത് ചെയ്യും, ഇപ്പൊ മാത്രം 10 മിനിറ്റ് ആസ്വദിച്ച പോരല്ലോ, അവൻ അതിന് ശേഷവും അവന് ആസ്വദിക്കണം. അതുകൊണ്ട് അവൻ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യും. ഈ സാധനം പിന്നെ പുറത്തു വരും. മനസ്സിലായോ? ഈ സാധനം പിന്നെ പുറത്തു വന്നാണ് ഇപ്പൊ ലീക്ക് ആവുന്നത്, എല്ലാവരും കാണുന്നത് എന്നുള്ളത്. അതിൽ വേദലക്ഷ്മി പറഞ്ഞൊരു കാര്യം, ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സാധനങ്ങൾ പിന്നെ പോൺ സൈറ്റുകളിൽ, അതായത് ഈ പറയുന്ന സാധനങ്ങളെ കട്ട് ചെയ്ത് പിന്നെ പോൺ സൈറ്റിൽ അവന്മാർ കൊണ്ട് വിൽക്കും. മനസ്സിലായോ? അതായത് ഈ നമ്മുടെ ഇവിടെയുള്ള, അതായത് ഇപ്പം VPN ഒക്കെ ഉപയോഗിച്ചാൽ മാത്രമേ പോൺ സൈറ്റിൽ കാണാം. അതുപോലുള്ള അശ്ലീല സൈറ്റുകളിൽ ഈ പറയുന്ന നിങ്ങളുടെ വീഡിയോ പിന്നീട് എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യും എന്നൊരു സംഭവം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു തോന്നി, ഈ പറഞ്ഞതുപോലെ രേണു സുധിയുടെ ഇപ്പം ഈ പറയുന്ന രണാസുനയുടെ ഈ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അശ്ലീലത എന്ന് പറഞ്ഞാൽ അറപ്പുളവാക്കുന്ന, സത്യം പറഞ്ഞാൽ ഛർദ്ദിക്കാൻ തോന്നും. ചിലർ നമുക്ക് കാണുമ്പോൾ ഛർദ്ദിക്കും. ഇത്രയും നിലവാര തകർച്ചയോടുകൂടി, ഇത്രയും ലൈംഗിക ചുവയോടുകൂടി ചെയ്ത ആ ഒരു വീഡിയോ അത് പോൺ സൈറ്റിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കൊരു ക്യൂരിയോസിറ്റി. ഞാൻ പോയി അടിച്ചു നോക്കി ഈ രേണു സുധിയുടെ ഈ പറയുന്ന വീഡിയോ പോൺ സൈറ്റുകളിൽ പോയിട്ടുണ്ടോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ആ ഒരു അടിച്ചു നോക്കിയാൽ എത്രയൊക്കെ പോൺ സൈറ്റിൽ ഈ സാധനം പോയിട്ടുണ്ട് ഞാൻ അടിച്ചു നോക്കിയപ്പോൾ കണ്ടതാണ്. അത് കാണിച്ചതിന് ശേഷം വേദലക്ഷ്മി പറഞ്ഞത് ആരെയാണ്, ആ പെൺകുട്ടിക്ക് എന്ത് പറ്റി, അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യം ഈ പറയുന്ന പോൺ സൈറ്റുകളിൽ ഞാൻ കയറിയപ്പോൾ കണ്ടതാണ് കേട്ടോ. പോൺ സൈറ്റുകൾ നോക്കിയോ, ഇത് കണ്ടോ, രേണു സുധി ഹോട്ട് XXX പോൺ വീഡിയോസ്. ഇത് കാണണമെങ്കിൽ VPN ഒക്കെ, ഇതിനകത്ത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. VPN ഒക്കെ ഓണാക്കി മാത്രമേ കാണാം. എനിക്കൊന്നും വലുതായിട്ടൊന്നും കാണത്തില്ല. ഈ പറയുന്ന സാധനം തന്നെ ഇനി ഇതിന്റെ അപ്പുറത്തോട്ട് വല്ല ലീക്ക് ആയിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല. ഇതിപ്പോ നമ്മളിപ്പോ പുറത്തു വന്ന് കണ്ട സാധനമാണ് ഈ പറയുന്ന സാധനം. ഇത് അല്ലാതെ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും പേഴ്സണൽ ആയിട്ട് ചിലപ്പം ഇത് രേണു സുധി പറഞ്ഞു, ഇത് ഞാൻ ലൈവാണ്, പേഴ്സണലായിട്ട് കൊടുത്താൽ പേഴ്സണലായിട്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചു, കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചു, അവരിതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നാളെ യുവമാർ എന്ത് ചെയ്തു, ഇത് പോൺ സൈറ്റിലേക്ക് പോകുമെന്നത്. എന്തുമാത്രം പോൺ സൈറ്റുകളാണ് രേണു സുധിയുടെ വീഡിയോ കിടക്കുന്നത് നോക്കണം. രേണു സുധി ഹോട്ട് XXX, രേണു സുധി, ഇതെല്ലാം പോൺ സൈറ്റുകളാണ്. മലയാളം വെബ് സീരീസ് രേണു സുധി ഫ്രീ പോൺ വീഡിയോ. രേണു സുധി ഫൗണ്ട് 52 പോൺ വീഡിയോ. രേണു സുധി കേരള, രേണു സുധി ലീക്ക്ഡ് ഹോട്ട് വീഡിയോ പോൺ ട്യൂബ്. രേണു സുധി പെട്ടത് ഇത് ഷോർ. അടുത്ത ഏറ്റവും ലാസ്റ്റ് രേണു സുധി എക്സ് വീഡിയോസ് മലയാളം. കണ്ടോ രേണു സുധി അല്ലെങ്കിൽ രണാസുന ഇത് കണ്ടോ?
താങ്കളുടെ വീഡിയോ ഇപ്പൊ പോൺ സൈറ്റുകളിൽ സജീവമാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? ഇത് AI, ഇനി ഇതിനെ AI ആയിട്ടും വേണമെങ്കിൽ ഇറക്കാം. കാരണം താങ്കൾ ഇത്രയും കാണിച്ചു കഴിഞ്ഞു. അത് വേണമെങ്കിൽ AI ആയിട്ട് ഇതിനകത്ത് സത്യം പറയുന്നതിനകത്ത് എന്തുണ്ടെന്ന് ഞാൻ കണ്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വേദലക്ഷ്മി ഇന്നലെ പറഞ്ഞ സാധനം വളരെ കൃത്യമായിരുന്നു. ഇങ്ങനെയുള്ള സൈറ്റുകളിൽ നിങ്ങൾ ഈ ചെയ്യുന്ന സംഭവം ഇങ്ങനെയുള്ള സൈറ്റുകളിൽ വരും എന്നുള്ളത് വളരെ കൃത്യമാണ് എന്നുള്ളതാണ്. ഇതിനി നിങ്ങൾ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് തന്നെ നമുക്കൊന്ന് അറിവ് കിട്ടി. ഇന്ന് രാവിലെ അവരെന്തോ ഒരു പിക്കിട്ടു, അതായത് ഇവരുടെ നിപ്പിളിൽ എന്തോ കൈവച്ചുകൊണ്ടിരിക്കുന്നതോ എന്തോ പറഞ്ഞൊരു പിക്കിട്ടു. പിക്കിട്ടിട്ട് അവയെ ഇവരത് ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പം അവർക്കത് സ്ക്രീൻഷോട്ട്, ഇനി ആരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തെന്ന് അറിയത്തില്ല. അപ്പൊ സബ്സ്ക്രിപ്ഷനിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനം തുണി അമർത്തുകൊണ്ടേയിരിക്കുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ ശരീര പ്രദർശനം ചെയ്ത് തന്നെ, അല്ലെങ്കിൽ മാറി, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ശരീരം വിറ്റ് തന്നെ ജീവിക്കണം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എന്താണ് ഇതില് നമ്മുടെ സബ്സ്ക്രിപ്ഷനില് മാസം 3 ലക്ഷം അടുപ്പിച്ച് കിട്ടും. അപ്പൊ ഇതൊരു എന്തായി, ഇതൊരു തൊര, ഇത് കൊള്ളാനല്ല, ഒരു ജോലി ചെയ്യണ്ട, വേർക്കണ്ട, ബുദ്ധിമുട്ടിന് ഒന്നും ചെയ്യേണ്ട. രാത്രി ഒരു അരമണിക്കൂർ മെനക്കെട്ടാൽ മതി. ഇതിനൊന്ന് തുറന്ന് കാണിച്ചു കൊടുത്താൽ എനിക്ക് മാസങ്ങളുടെ ലക്ഷങ്ങളുടെ വരുമാനം കിട്ടും. മനസ്സിലായി? ഇതുവഴി സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇതെന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം പോലുള്ള എല്ലാവർക്കും അക്സസ് ചെയ്യാൻ പറ്റുന്ന ചാനലുകളിൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രശ്നം 10 200 രൂപ കൊടുത്താൽ 300 രൂപ ആയിക്കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ഇത് അക്സസ് ചെയ്യാൻ പറ്റും, ആർക്കും ഇതെടുത്ത് കാണാൻ പറ്റും. ഇതിൽ വഴിതെറ്റുന്നത് ഈ പറയുന്ന ചെറുപ്പക്കാരികൾ വഴിതെറ്റും. കാരണം ചെറുപ്പക്കാരി എന്താ ഈ വഴിതെറ്റുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ഈ സമയത്ത് പഠിക്കുന്ന സമയത്ത് ഇതെടുത്ത് കണ്ടുകൊണ്ടിരിക്കും. ആരും അറിയില്ല, ഒറ്റ മനുഷ്യൻ VPN ഓണാക്കേണ്ട, ഒരു തേങ്ങയും ഓണാക്കണ്ട, കൃത്യമായിട്ടൊന്ന് കാണാം എന്നുള്ളതാണ്. ഇനി ചെറുപ്പക്കാരികൾ അവർ വരികയും ഞാൻ എന്തിനു പഠിക്കണം? ഇതുപോലുള്ള വലിയ വലിയ സെലിബ്രിറ്റികൾ എന്ത് ചെയ്യുന്നു? ഇത് ചെയ്യുന്നു. എനിക്കും നാളെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സ്വപ്നം കാണാത്തതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് ക്യാഷ് കിട്ടും. 2-3 ലക്ഷം, 5, 10, 15, 50 ഒക്കെ മാസം വാങ്ങുന്നവരുണ്ട്. കുറെ എണ്ണം ഇരുന്ന് പറയും, കുറെ നാറികൾ എന്നെ സപ്പോർട്ട് ചെയ്യാനും കാണും. ഈ പറയുന്ന ശാരികയെ പോലുള്ള താറാവുകൾ. ശാരികയ്ക്ക് തൃപ്തിയായല്ലോ. ഇപ്പൊ പോൺ സൈറ്റിലെ നായിക പോൺ സ്റ്റാർ ആണ്. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം നോക്കിയത് പോൺ സ്റ്റാർ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുക. മാറ്റിയതിൽ ഒരു പങ്ക് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഒരു കൂട്ടുകാരിയാവുമ്പോൾ, ഒരു ആത്മാർത്ഥ സുഹൃത്താവുമ്പോൾ അതിനെ പറഞ്ഞു കൊടുക്കണം, ഇതൊക്കെ മോശമാണ്, നാളെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്റെ അച്ഛൻ കാണുമ്പോൾ അവർക്ക് എന്ത് തോന്നും? എന്റെ അമ്മയുണ്ട്, എനിക്ക് 2 മക്കളുണ്ട്, 10-20 വയസ്സുള്ള ഒരു പയ്യനുണ്ട്, ഒരു കൊച്ചു പയ്യൻ വളർന്നു വരുന്നുണ്ട്. ഈ പൈസ ഇങ്ങനെ സമ്പാദിക്കുന്ന എത്ര നാള്? ഇങ്ങനെയൊക്കെ സമ്പാദിച്ചിട്ട് ആ പണം കൊണ്ട് എന്ത് നേട്ടമാണ് നിനക്ക് ഉണ്ടാകുന്നത്? ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം കൂട്ടുകാരായി കൂടെ നിന്നുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഈ ശാരികയെ പോലുള്ളവരാണ് ഇതിനെല്ലാത്തിനും കാരണം. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ശാരിക പറയുന്നത് ഇവിടെ ചെയ്യുന്നത് എന്താണ്? വളരെ മാന്യമായിട്ടുള്ള പണി എന്ന് പറയുന്നത്. ഇതാണോ ശാരിക മാന്യമായിട്ടുള്ള പണി? താങ്കൾ ഈ പണി ചെയ്യൂ. താങ്കൾ ഈ പണി, അല്ലെങ്കിൽ താങ്കളുടെ മക്കൾക്കോ താങ്കളുടെ പിന്നീട് ബന്ധുക്കൾക്കോ ആരുടെയെങ്കിലും ഈ പണി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്യൂ. നീ ഒരു കാര്യം ചെയ്യും, രേണു സുധിയെ കണ്ടുപിടിക്കുക, അവിടെ കണ്ട പണം ഉണ്ടാക്കുക, നീയും അതുപോലെ ഉണ്ടാക്ക് എന്ന് പറയൂ. ഒരിക്കലും പറയില്ല. താങ്കൾ ഇത് ചെയ്യുമോ? താങ്കൾക്ക് അതിനുള്ള കഴിവുണ്ടോ? താങ്കൾ പറയില്ല. കാരണം അങ്ങ് പോട്ട് എന്ന് വെച്ചാൽ അവിടെ അങ്ങ് പോട്ട്, അതായത് കൂടെ നിന്നുകൊണ്ട് മനസ്സിലായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കില്ല, എന്നാൽ പ്രോത്സാഹിപ്പിച്ചു. ഇപ്പൊ എന്തായി? പോൺ സ്റ്റാർ ആയിട്ട് മാറിയിട്ടുണ്ട്. എല്ലാം പറയുന്ന അശ്ലീല സൈറ്റുകളിൽ ഇപ്പൊ രേണു സുധിയുടെ വീഡിയോസ് ആണ്. ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. ഈ രേണു സുധി ആർക്കൊക്കെ എന്തൊക്കെ അയച്ചു കൊടുത്തു, ഇപ്പൊ പേഴ്സണലായിട്ട് ആർക്കൊക്കെ എന്തൊക്കെ. എന്നാൽ നമ്മളൊരു പേഴ്സണൽ വീഡിയോ കണ്ടു, എന്നിട്ട് ഈ തൊടയില് ഇങ്ങനെ ഈ പറയുന്ന ഈ തൈലോ എന്തോ പെരട്ടി കാണിക്കുന്ന പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതുപോലെ എന്തെല്ലാം പേഴ്സണൽ വീഡിയോസ് അയച്ചു കൊടുത്തിട്ടുണ്ടാകും. മനസ്സിലായി? ഇനി നമുക്ക് നമ്മുടെ വേദലക്ഷ്മി എന്താണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ സബ്സ്ക്രിപ്ഷന്റെയും എക്സ്ക്ലൂസീവ് കോണ്ടന്റിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട് എന്താണെന്നറിയോ? ഈ വീഡിയോ എസ്പെഷ്യലി സമൂഹത്തിലേക്ക് കുറച്ച് ബാഡ് ഇമ്പാക്ട് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ്, വ്ളോഗേഴ്സ് ആൻഡ് സെലിബ്രിറ്റീസിന് എക്സ്ക്ലൂസീവ്ലി ഉള്ളതാണ്. നിങ്ങൾ ഇപ്പൊ ഈ കണ്ട വീഡിയോ തെലങ്കാനയിലെ ആങ്കർ, ആക്ട്രസ്, BB കോണ്ടസ്റ്റന്റ് ഒക്കെ ആയിരുന്ന വിഷ്ണുപ്രിയ സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നേരിടുന്ന ഒരു പരസ്യ മാധ്യമ വിചാരണയാണ്. വിഷ്ണുപ്രിയ തെലങ്കാനയിലുള്ളതാണ്. സത്യം പറഞ്ഞ മലയാള സിനിമ, ആദ്യത്തെ സിനിമ മലയാള സിനിമ ആയിരുന്നു. ഞാൻ തിരക്കിയത് മലയാള സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തെലങ്കാനയിലെ BB കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഏതാണ്ട് 100 ദിവസം വരെ അതിനകത്ത് ഉണ്ടായിരുന്നു.
ഈ ഇതിനകത്ത് കയറുന്ന മുമ്പ് ഞാൻ എത്ര കോടികൾ തന്നാലും ഞാൻ ഈ പറയുന്ന അഖിൽമാരാർ പറഞ്ഞതുപോലെ ഞാൻ BBയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയറിയതാണ്. അവിടെ വന്ന് 100 ദിവസം ഒരു 6ാം സ്ഥാനം എന്തോ ആയിരുന്നു അവസാനം കിട്ടിയത്. അവര് ഇതുപോലെ വെളിയിൽ ഇറങ്ങി വന്ന് 499 എന്തോ വെച്ചിട്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന ഫോൺ സൈറ്റ്, ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം വഴി ഇത് ഇട്ട് തുടങ്ങി. അതായത് ഹാഫ് നൂഡ് വീഡിയോസ് ഇട്ട് തുടങ്ങി. അവിടെയുള്ള ഒരു വിദ്യാർത്ഥി സംഘടന AISF, അത് ഇവിടെയും കേരളത്തിലുമുണ്ട്, അവർ കൊണ്ടുപോയി കോടതിയിൽ കൊണ്ട് പരാതി കൊടുത്തു. പരാതി സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ പോകുമ്പോഴുള്ള പത്രക്കാരുടെ പരസ്യവിചാരം നാണം കെട്ട് പോവുകയാണ്. അതാണ് ഇവിടെ പറയുന്നത് എന്നുള്ളതാണ്. വിജയവാഡയിലെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച് യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള പേരിൽ ഹൈദരാബാദ് പോലീസിന് കൊടുത്ത ഒരു കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. 2 ദിവസം മുന്നേ ടെലിഗ്രാം മാഫിയെ കോൾ ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ എസ്പെഷ്യലി കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ്, അങ്ങനെ കുറച്ച് പേരുടെ കാര്യങ്ങളും കോൾ ഔട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി സ്ത്രീകൾ. സ്ത്രീ സുരക്ഷയ്ക്ക് ഇത്രയും ഊന്നൽ കൊടുക്കുന്ന ഇന്നത്തെ കാലത്ത് തന്നെ സമൂഹത്തിന് മാതൃക ആവേണ്ടവർ തന്നെ പണത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വലിയ വിഭാഗത്തിനെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഉൾപ്പെടെ സൗത്ത് ഇന്ത്യയിലെ ലീഡിംഗ് സെലിബ്രിറ്റീസ് ആയിരുന്ന കിരൺ റാത്തോഡ്, പൂനം ബാജ്വ തുടങ്ങിയ മുൻനിര നായികമാര് പോലും സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നഗ്നതാ പ്രദർശനം നടത്തി പണം സമ്പാദിക്കുന്നുണ്ട്. ഇത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, വ്ളോഗേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർ, അതും 1 മില്യൺ 2 മില്യണേഴ്സ് ഒക്കെ ഫോളോവേഴ്സ് ഉള്ളവർ തന്നെ ഇതേ വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. പണമായിരിക്കാം മെയിൻ മോട്ടീവ്. പക്ഷെ അവര് പണം കൊടുത്ത് കുറച്ച് ആളുകൾ മാത്രം കാണും എന്ന് വിചാരിക്കുന്ന ഈ കോണ്ടന്റ്സ് അത് പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് തുടർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക ഡീപ് വെബ് പോലുള്ള സ്ഥലങ്ങളിൽ. ഇതിനെ റെക്കോർഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, വീണ്ടും തുടർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി? ഇത് ഇങ്ങനെയുള്ള സാധനം എടുത്തിട്ട് ഈ പറയുന്ന ഫോൺ സൈറ്റുകൾ, അശ്ലീല സൈറ്റിൽ ഇവർ വിൽക്കും. ഇവരിത് വിൽക്കും. ഇത് കാണാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഇത് ഇവരറിയത്തില്ല. ലാസ്റ്റ് നിങ്ങളുടെ ബന്ധുക്കൾ തന്നെ, നിങ്ങളുടെ മകന് തന്നെ, ഇപ്പം ഈ പറഞ്ഞ ഫോൺ സൈറ്റുകൾ കയറാത്ത ആണുങ്ങൾ ആരും കാണത്തില്ല. അത് ആണുങ്ങളെ അത് കാണും. അതൊരു വലിയ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. അത്യാവശ്യം ചിലപ്പോൾ പോയി കാണുമ്പോൾ സ്വന്തം അമ്മയുടെ വീഡിയോസ് ഫോൺ സൈറ്റിൽ വരുന്നത് ആ മകൻ കാണേണ്ട അവസ്ഥ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആ കഥകളൊക്കെ നമുക്ക് ഒരുപാട് അറിയാം. മനസ്സിലായോ? അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ഓഡിയൻസിലോട്ട് മാത്രമല്ല ഈ കോണ്ടന്റ്സ് എത്തുന്നത്. ഡേ ടു ഡേ ലൈഫിൽ സാധാരണക്കാർ എല്ലാ ദിവസവും കാണുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം വീട്ടിലെ പെൺകുട്ടികളും സ്ത്രീകളും പോലും ഇതേ ഒരു വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. അത് കറക്റ്റാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ പറയുന്നുണ്ടല്ലോ പൈസ അടച്ചവർക്ക് മാത്രം, അതിന് കാണാൻ വേണ്ടിയില്ലേ വരുന്നത്, പൈസ അടച്ചവർ മാത്രം കണ്ടാൽ മതിയല്ലോ. ഇത് അവിടെ അല്ല നിൽക്കുന്നത്. ഈ സാധനം ഓരോന്ന് പൈസ അടച്ചവർ കണ്ട് പല പല പ്ലാറ്റ്ഫോമുകളായി ലീക്ക് ചെയ്ത് എല്ലാവരിലേക്കും ഇത് എത്തുന്നു. അതുപോലെ ഇത് അവർക്ക് ഒരു ബാഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആയിട്ട് വരുന്നുണ്ട്. അവർ ഇത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെപ്പോലുള്ളവർ വിമർശിച്ച് ഈ വരും വരായികൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു പരിധി വരെ മാറുന്നില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതൊരു തൊഴിലായിട്ട് എടുത്തുകൊണ്ട് ഇവിടെ മൊത്തം മാറിയെന്നെ. ഞാൻ കണ്ട ടെലിഗ്രാം ചാനലിൽ മാക്സിമം ഭൂരിഭാഗം ആൾക്കാരുണ്ടായിരുന്നത് ഓർഡിനറി ആയിട്ടുള്ള മലയാളി പെൺകുട്ടികളും സ്ത്രീകളും തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ ഫസ്റ്റ് കോൾ ഔട്ട് ചെയ്യണമെന്ന് തോന്നിയത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം കോണ്ടന്റ്സ് കണ്ടാലോ അല്ലെങ്കിൽ ഇത് സർക്കുലേറ്റ് ചെയ്യുന്ന ചാനൽസ് ശ്രദ്ധയിൽപ്പെട്ടാലോ ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്ത് ഇതിനൊരു എൻഡിൽ എത്തിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഓൾറെഡി നിൽക്കുന്നത്. ഇത് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയത്തില്ല. നാളെ കാലത്ത് നമുക്ക് പരിചയത്തിലുള്ള ഒരാൾക്ക് പോലും ഇത് വന്നാലും, ഇതുപോലൊരു ചതിയിൽ അവർ ചെന്ന് പെട്ടാലും നമ്മൾ ചിലപ്പോൾ നോക്കി നിൽക്കേണ്ടി വരും. വളരെ കൃത്യമാണ്. മനസ്സിലായോ? ഇത് നല്ല രീതിയിൽ യങ്സ്റ്റേഴ്സിനെ നല്ല രീതിയിൽ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തർക്കമേ വേണ്ട. ഇപ്പോൾ ഈ പറയുന്ന രണാസുന ചെയ്തതിന് ശേഷം എത്ര സെലിബ്രിറ്റികളാണ് ഈ പറയുന്ന ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കണ്ടു. ഇവർക്കൊരു ഇതായിക്കോട്ടോ, ഇവിടെ ഇത്ര ലക്ഷം പോകുന്നു, എനിക്ക് എന്തുകൊണ്ട് വാങ്ങിച്ചൂടാ എന്നുള്ള രീതിയിൽ. അപ്പം ആദ്യം അവർ തുടങ്ങുന്നു, ചെന്ന് നോക്കുമ്പോൾ ഹായ് എന്നുള്ള ഫോട്ടോസ് ഇടുന്നു, ആരും വരുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവൾക്ക് അപ്പോൾ അവർ അസൂയ, അവൾ ഇത്രയും കാട്ടും, ഞാൻ കുറച്ചുകൂടി കാണും. അങ്ങനെ കാണിച്ചു പിന്നെ ഇതൊരു ഉളുപ്പില്ലായ്മയാവും, ഉളുപ്പില്ലാതെയാവും, നാണക്കേടില്ലാതെയാവും. ഇപ്പം രണാസുനയ്ക്ക് എന്താണ് എല്ലാവരും അറിഞ്ഞു ഞാൻ ഇതാണ് എന്നുള്ളത്. ആ ചാറ്റ് ഉൾപ്പെടെ ചാറ്റിൽ എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ന് ലാസ്റ്റ് ഇട്ട ആ ഒരു ലൈവ് വീഡിയോയിൽ എന്താണ് അവർ നാക്കുകൊണ്ട് ചേഷ്ടകൾ കാണിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇവർ ഏത് രീതിയിലാണ് പോകുന്നത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി എന്ന് രണാസുനയ്ക്ക് നമ്മളെക്കാളൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ
കുറേമാരെ പറഞ്ഞിരുത്താൻ, കുറെ മണ്ടന്മാരെ പറഞ്ഞിരുത്താൻ വേണ്ടിയിട്ട് ഒരു വിശദീകരണം തന്നേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ലേബൽ ചെയ്യപ്പെട്ടു. ഇനി എനിക്ക് പേടിക്കാനൊന്നുമില്ല, ഇനി എനിക്ക് നാണക്കേടൊന്നുമില്ല, ഇതൊന്നുമില്ല, ഇതിന്റെ അപ്പുറം കാണിക്കാം എന്നുള്ളതാണ്. ഞാൻ മുമ്പേ ഇത് വീഡിയോ തുടങ്ങുമ്പോൾ മുമ്പേ പറഞ്ഞൊരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അവസാനം ഇത് പോൺ സൈറ്റിൽ പോയി നിൽക്കുമെന്ന്. ഇപ്പോൾ ഡയറക്റ്റ് അല്ലെങ്കിൽ കൂടി ഇൻഡയറക്റ്റ് ആയിട്ട് ഇത് പോൺ സൈറ്റിൽ പോയി നിൽക്കുകയാണ്. ഇനി എന്താവുന്നു? അപ്പൊ ഞാൻ ഇവിടെ എടുത്തു പറയാനുള്ളത്, ഇപ്പം AIFI പോലുള്ള വിദ്യാർത്ഥി സംഘടനകളാണ് ഈ ഒരു കേസ്. അതുപോലെ തന്നെ ഇവിടെ SFI, ഇവിടെയാണല്ലോ AISF അങ്ങനെയുള്ള സംഘടനകൾ ഇങ്ങനെയുള്ള ഈ പറയുന്ന യുവതലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഈ അശ്ലീല പ്രദർശനങ്ങൾ ഇൻസ്റ്റഗ്രാം, നിങ്ങൾ പോയി പോൺ സൈറ്റിൽ എവിടെ പോയി അപ്ലോഡ്, അതിൽ വേറെ വിഷയമൊന്നുമില്ല, മനസ്സിലായോ? നിങ്ങൾ പോയി ഈ പറയുന്ന പിന്നീട് നൂഡോ മറ്റേ അങ്ങനെയല്ല, അവിടെ പോയി ചെയ്തു. ഈ ഇൻസ്റ്റഗ്രാം ഈസിലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റഗ്രാം, ഈ പറയുന്ന ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെയുള്ള അവിടെ നിങ്ങൾ ഈ ചെറിയ 300 രൂപ കൊടുത്ത് ഇടുമ്പോൾ, എന്നിട്ട് നിങ്ങൾ തന്നെ ഇത്രയും അവർ നോക്കും, ഇത്രയും സബ്സ്ക്രിപ്ഷൻ, ഇത്രയും രൂപ കിട്ടുമല്ലോ എന്ന് മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ആവും. ഉറപ്പായിട്ട് ഇൻഫ്ലുവൻസ് ആവും. കാരണം ഈ രണാസുനയുടെ വീഡിയോ കൊണ്ട് തന്നെ എത്ര പേരാണ് എന്റെ കണ്ണിൽപ്പെട്ടത്, അവരും സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇതിനൊരു തടയിടണം. ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ നിങ്ങൾ ഇതിനൊക്കെ ഒരു മുൻകൈ എടുത്തുകൊണ്ട് ഒരു കേസ് കൊടുത്താൽ അവിടെ സംഭവിച്ചതുപോലെ ഇവിടെ സംഭവിക്കുന്നത്. മറ്റൊരു ഒരു സംഭവം കൂടി പറഞ്ഞുതരാം. ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കേസ് കൊടുത്തതിന് ശേഷം ഇവരുടെ സബ്സ്ക്രിപ്ഷൻ 10,000-2,000 അതിപ്പോ 4,000 വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആൾക്കാർ ഓടിച്ചെന്ന് കൂയെന്നും പറഞ്ഞുകൊണ്ട് സബ് ചെയ്യാണ്. അപ്പൊ ഇതുപോലെ ഞരമ്പന്മാരുണ്ട്, ഇത് കാണാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. എന്ത് വെച്ച് കണ്ടാലും കണ്ട് വെള്ളം ഇറക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്. വിൽക്കാൻ ഞാനൊരു സാധനം വാങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ ഇവിടെ വിൽക്കാൻ സാധനവും ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ എന്ത് സാധനം വിൽക്കണം, വിൽക്കാൻ ഒരുപാട് പേര് കാണും, വാങ്ങാൻ ഒരുപാട് പേര് കാണും. നമ്മൾ എന്ത് കൊടുക്കണം, നമ്മുടെ സമൂഹം നമ്മളെ എങ്ങനെ കാണണം, എന്നെ സമൂഹം ഏത് രീതിയിൽ വിളിക്കണം, എന്ത് പേരിട്ട് വിളിക്കണം, എന്റെ മക്കൾ എന്നെ ഏത് രീതിയിൽ കാണണം എന്ന് തീരുമാനിക്കേണ്ടത് താങ്കൾ തന്നെയാണ്. ഇനി അതൊന്നും അല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞു എന്നെ വെടിയെന്ന് വിളിക്കുന്ന ഈ സന്തോഷം, അതാണ് നിങ്ങളുടെ ആഗ്രഹം. അങ്ങനെ നടക്കട്ടെ, നമുക്ക് വീണ്ടും കാണാം.